Hello everyone, welcome back to my channel. So today we'll be discussing the topic barriers to communication. Okay, barriers to communication. What do you mean by communication barriers? The factors which obstruct the effectiveness of communication is known as communication barriers. These barriers cause a mismatch between the understanding of the message by the sender and the receiver. These barriers can occur at any stage of the communication process. So basically, the main aim of communication is to create an understanding between the sender and receiver. It is a two-way process. That is, the sender sends the information and the receiver receives it. He understands the information, the receiver understands the information and gives feedback. അല്ലേ? ഇങ്ങനത്തെ ഒരു two-way process ആണ് communication എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ two-way processനിടയിൽ അത് ക്ലിയർ ഒരു അണ്ടർസ്റ്റാൻഡിങ് അവിടെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പർ ഒരു ഇഫക്റ്റീവ് ആയിട്ട് സെൻഡർ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് റിസീവറിന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു തടസ്സം അതിനിടയിൽ വരുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്ന് പറയുന്നത് മെയിൻലി 4 ടൈപ്സ് ആണുള്ളത്. എന്തൊക്കെയാണ് ആ 4 ടൈപ്സ് എന്നുള്ളത് നോക്കാം. Okay, so 4 types of communication barriers are there: semantic barriers, psychological barriers, organizational barriers, personal barriers. So first one is semantic barriers. Semantic barriers, the branch of science that deals with the meaning of words and sentences, is known as semantic. The problems and obstructions in the process of encoding and decoding message into words or impressions is known as semantic barriers. That means this kind of barriers, that is semantic barriers, arises because different words mean different things to different people. അതായത് ഒരേ വേർഡ് തന്നെ പലർക്കും പല കാര്യങ്ങളായിട്ടാണ് മീൻ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വേർഡ്സും സെന്റൻസസും ആണ് ഈ പറയുന്ന സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ടും എൻകോഡിംഗ് ഡീകോഡിംഗ് ആ ഒരു പ്രോസസ് ആ ഒരു സ്റ്റേജിലായിരിക്കും സെമാൻറ്റിക് ബാരിയേഴ്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് മേജർ കോമൺ ഫോംസ് ഓഫ് സെമാൻറ്റിക് ബാരിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Next one is technical jargons. So technical jargons or some terminologies are used by many experts and specialists to communicate message, and such jargons are not used by not understood by common people, and this may lead to poor communication. ഓക്കെ, ചില പ്രത്യേക പ്രൊഫഷനിൽ ഇരിക്കുന്ന ആൾക്കാർ മാത്രം യൂസ് ചെയ്യുന്ന ചില ജാർഗൻസും ടെർമിനോളജീസും ഒക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ടേംസ് ഒക്കെ കമ്മ്യൂണിക്കേഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാകാത്ത അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ അല്ലാത്ത ഒരു ആളിനോടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റാതെ പോകും. സോ this leads to poor communication, and yet another barrier to communication ആണ് ഈ പറയുന്ന ടെക്നിക്കൽ ജാർഗൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ബോഡി ലാംഗ്വേജ് ആൻഡ് ജസ്റ്റർ ഡീകോഡിംഗ്. അതായത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ജസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജ് ഇങ്ങനെയൊക്കെയുള്ള നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് പ്രോപ്പറായിട്ട് എന്താണ് കൺവേ ചെയ്യുന്നതെന്ന് റിസീവറിന് മനസ്സിലാകാണ്ടിരുന്നതിന് റിസീവർ വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. അപ്പം റിസീവർ വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ് ആൻഡ് ഹി മിസ്അണ്ടർസ്റ്റാൻഡ്സ് ദ മെസ്സേജ്. അപ്പം അതുകൊണ്ട് എന്താണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിന് മാച്ചിങ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജും ജസ്റ്റേഴ്സും ആയിരിക്കണം. അതിനൊരു മിസ്മാച്ച് ആയിട്ടുള്ള ലാംഗ്വേജും ജസ്റ്റേഴ്സും ബോഡി ലാംഗ്വേജും ജസ്റ്റേഴ്സും ഫേഷ്യൽ എക്സ്പ്രഷൻസും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റിസീവറിന് കറക്റ്റായിട്ട് എന്താണ് കൺവേ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. സോ ഇതെല്ലാമാണ് സെമാൻറ്റിക് ബാരിയേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then next one is psychological barriers. Okay. Psychological barriers which arise on the account of emotional and psychological status of the sender and receiver of the message are known as psychological barriers.
Emotional and psychological status depend ചെയ്തിരിക്കുന്ന barriers ആണ് psychological barriers എന്ന് പറയുന്നത്. For example പറയുവാണെങ്കിൽ a person who is under stress, വളരെ stressed ആയിട്ടുള്ള ഒരു person ആണെന്ന് വെക്കുക, and he cannot communicate properly. അപ്പോൾ അതാണ് psychological barriers ഒരു example എന്ന് പറയുന്നത്. And there are some common forms of psychological barriers. എന്തൊക്കെയാണെന്ന് നോക്കാം. So these are the common forms of psychological barriers: premature evaluation, lack of attention, loss by transmission and poor retention, distrust. എന്താ premature evaluation? Premature evaluation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഉണ്ട് the tendency of forming a judgment before listening to the entire message. അതായത് ആ ഒരു മെസ്സേജ് ഫുള്ളായിട്ട് കേട്ട് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് ആ മെസ്സേജ് എന്താണ് എന്നുള്ള ഒരു ജഡ്ജ്മെന്റ് റിസീവർ ഫോം ചെയ്യുന്നതിനാണ് പ്രിമച്വർ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. And this completely distorts the understanding and acts as a barrier to effective communication. Okay. അപ്പോൾ എന്താണ് ആ റിസീവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു മെസ്സേജ് മുഴുവനായിട്ടും കേട്ട് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് ആ മെസ്സേജിനെ ജഡ്ജ് ചെയ്ത് ഇതായിരിക്കും എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയാണ് പ്രിമച്വർ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതൊരു ബാരിയർ ആണ്. അത് കറക്റ്റായിട്ട് സെൻഡറിന് റിസീവറിന്റെ അടുത്തേക്ക് മെസ്സേജ് കറക്റ്റായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റാതെ വരും. ഇതൊരു ബാരിയർ ആയിട്ട് എഫക്റ്റ് ചെയ്യും. അതാണ് പ്രിമച്വർ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. Then second one, lack of attention. അതായത് ഇൻഅറ്റൻറ്റീവ് ആയിട്ടുള്ള ഒരു റിസീവർ ആണെന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. The communication can be less effective and the message can be misunderstood if proper attention is not given to it. Okay. അപ്പൊ മെയിൻ ആയിട്ട് ഈ ഇൻഅറ്റൻഷൻ റിസീവറിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നത് ബിക്കോസ് ഓഫ് ദ preoccupied mind of the receiver. The receiver might be preoccupied with some other things so that he cannot attend to this message which is sent by the sender. For example, പറയുവാണെങ്കിൽ superior gives instructions to his subordinates. Superior subordinates കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. But the subordinate is preoccupied with other personal issues. His own issuesമായിട്ട് his mind is preoccupied ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫുള്ളായിട്ട് ആ ഒരു സബോർഡിനേറ്റിന് സുപ്പീരിയറിന്റെ ഇൻസ്ട്രക്ഷൻസിനോട് അറ്റൻറ്റീവ് ആവാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഒരു ലാക്ക് ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു ഇൻഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് കൊടുക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഇസ് ലോസ് ബൈ ട്രാൻസ്മിഷൻ ആൻഡ് പുവർ റിട്ടൻഷൻ. ലോസ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് when communication process through various levels or channels in the organization. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഓർഗനൈസേഷണൽ സെറ്റപ്പിലാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഹൈറാർക്കിക്കൽ ലെവൽസും ചാനൽസും ഒക്കെ കഴിഞ്ഞിട്ടാണ് ആ കമ്മ്യൂണിക്കേഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ there are chances that the message can get distorted. അപ്പോൾ അതാണ് ലോസ് ബൈ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അതുപോലെ പുവർ റിറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when people are unable to retain the information for a long time. അതിനെയാണ് പുവർ റിട്ടൻഷൻ. ഓക്കെ. നെക്സ്റ്റ് distrust. Distrust എന്ന് ഉദ്ദേശിക്കുന്ന lack of mutual trust between the sender and receiver can also act as a barrier to communication. അപ്പം സെൻഡറും റിസീവറും തമ്മിൽ ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥ. The parties involved in communication cannot understand the message in the original sense when they do not trust each other. രണ്ടുപേര് തമ്മിൽ സെൻഡറും റിസീവറും തമ്മിൽ ഒരു ട്രസ്റ്റ് ഇല്ല. If they do not believe in each other ആണെന്നുണ്ടെങ്കിൽ എന്താണോ ആ മെസ്സേജ് സെൻഡർ കൺവേ ചെയ്യുന്നത് അതിന്റെ ഒരു ഒറിജിനൽ സെൻസിലായിരിക്കത്തില്ല അത് റിസീവർ പെർസീവ് ചെയ്യുന്നത്. ഇതാണ് ഡിസ്ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ നമ്മുടെ സൈക്കോളജിക്കൽ ബാരിയേഴ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. Okay, next is organizational barriers. In an organization, communication has to pass through various levels and channels. Hence, it may not reach the same place as it was sent by the sender. ഇതൊക്കെയാണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ഓർഗനൈസേഷൻ കോണ്ടെക്സ്റ്റിൽ ഡിഫറെന്റ് ഹൈറാർക്കിക്കൽ ലെവൽസിലൂടെ ആയിരിക്കണം മെസ്സേജ്, അല്ലെങ്കിൽ പ്രോപ്പർ ചാനൽസും കുറെ ലെവൽസും ഒത്തിരി ചാനൽസും ഉണ്ടാവും. അപ്പൊ അത് ത്രൂ ആയിരിക്കും മെസ്സേജസ് പാസ് ചെയ്യുക.
അപ്പോൾ അത് ചിലപ്പോൾ പ്രോപ്പറായിട്ട് ആ ഒരു സെന്ററിന്റെ അടുത്ത് എത്തണം എന്നില്ല. അതിനെയൊക്കെയാണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്തൊക്കെ ടൈപ്പിലുണ്ടെന്ന് നോക്കാം. Okay, so these are some of the forms of organizational barriers. എന്തൊക്കെയാണ്? Organizational policies, rules and regulations, status, complexity in organization structure, organizational facilities. First thing is organizational policies. So the effectiveness of communication is affected by organizational policy. The communication process is hampered if the policy is not supportive of the free flow of communication. അപ്പം നമ്മുടെ ഓർഗനൈസേഷണൽ പോളിസി ഒരു ഫ്രീ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആയിട്ട് ആ ഒരു പോളിസി ആക്ട് ചെയ്യാം. Okay, for example, ഒരു centralized organization ആണെങ്കിൽ free communication, centralized organization എന്ന് പറയുമ്പോൾ തന്നെ the communication has to follow through some proper channels only. അപ്പോൾ അവിടെ ഒരു free flow of communication encouraged അല്ല. അപ്പം ഓർഗനൈസേഷണൽ ബാരിയർ തന്നെ അവിടെ ഒരു ഫ്രീ കമ്മ്യൂണിക്കേഷന് ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ ആ ഒരു പറഞ്ഞിരിക്കുന്ന ചാനൽ ത്രൂ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഒരു ഫ്രീ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ അവിടെ എൻകറേജ് ചെയ്യുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള പോളിസീസ് തന്നെ ഒരു ബാരിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷനെ എഫക്ട് ചെയ്യും. സെക്കൻഡ് വൺ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇപ്പൊ ഭയങ്കര റിജിഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അതൊരു ബാരിയർ ആയിട്ട് എഫക്ട് ചെയ്യും. ചിലപ്പം റൂൾസ് തന്നെ എന്തുവാണ്, ദ പ്രിസ്ക്രൈബ്ഡ് റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് ചാനൽസ് ആർ വെരി റിജിഡ് ആൻഡ് ദേ ക്യാൻ ആക്ട് ആസ് barriers. Okay, third one is status. Status എന്ന് പറയുന്നത് superior and subordinate in the status ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു psychological distance is created between superior and subordinate because of the status. അപ്പം superiorന്റെയും subordinateന്റെയും ആ ഒരു പൊസിഷൻ സ്റ്റാറ്റസ് വെച്ചിട്ട് ഒരു psychological distance ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം subordinatesന് they are not allowed to express freely if the manager is status conscious. ഇപ്പൊ മാനേജർ superior വളരെ സ്റ്റാറ്റസ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സൈക്കോളജിക്കൽ ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സബോർഡിനേറ്റിന് അവരുടെ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഒരു ബാരിയർ ആയിട്ട് ആ ഒരു സ്റ്റാറ്റസ് തന്നെ അവിടെ അഫക്റ്റ് ചെയ്തെന്ന് വരാം. Then complexity in organization structure. സോ എന്ന് പറയുന്നത് ഇപ്പൊ മെനി ഹൈറാർക്കിക്കൽ ലെവൽസ് ഉണ്ട്. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ വളരെ കോംപ്ലക്സ് ആണ്. ഒരുപാട് മാനേജീരിയൽ ലെവൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ലെവൽസ് പാസ് ചെയ്ത് വന്നാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ എത്തേണ്ടടുത്ത് എത്തത്തുള്ളൂ. അപ്പം ഇത്രയും ലെവൽസ് പാസ് ചെയ്യുമ്പോൾ തന്നെ കമ്മ്യൂണിക്കേഷൻ ഡിലേഡും ആവും, ഡിസ്റ്റോർട്ടഡും ആകും. അപ്പൊ അതാണ് കോംപ്ലക്സിറ്റി ഇൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഒരു ബാരിയർ ആവുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഓർഗനൈസേഷണൽ ഫെസിലിറ്റീസ്. ഫെസിലിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ലൈക്ക് മീറ്റിംഗ്സ്, നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മീറ്റിംഗ്സ്, കോൺഫറൻസസ്, സജഷൻ ബോക്സ്, കംപ്ലൈന്റ് ബോക്സ്, ഇങ്ങനെയുള്ള നമ്മളെ എംപ്ലോയീസിന് എക്സ്പ്രസ് ചെയ്യാൻ, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് ഇല്ല, അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവത്തില്ല. അപ്പൊ അതിനെയാണ് ഓർഗനൈസേഷണൽ ഫെസിലിറ്റീസ് ഇല്ലാതിരിക്കുന്നത് ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും. ഇത്രയുമാണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. നെക്സ്റ്റ് വൺ ഇസ് പേഴ്സണൽ ബാരിയേഴ്സ്. So personal barriers, the effectiveness of communication is influenced by the personal factors of both sender and the receiver. Okay, so സെൻഡറിന്റെയും റിസീവറിന്റെയും പേഴ്സണൽ ഫാക്ടേഴ്സ് തന്നെ കമ്മ്യൂണിക്കേഷൻ ഒരു ബാരിയർ ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് പേഴ്സണൽ ബാരിയേഴ്സ്. അപ്പം എന്തൊക്കെയാണ് പേഴ്സണൽ ബാരിയേഴ്സ് എന്ന് നോക്കാം. Okay, so these are some of the forms of personal barriers. Fear of challenge to authority, lack of confidence of superior on his subordinates, unwillingness to communicate, lack of proper incentives. So fear of challenge to authority. So if a superior fears that a particular communication can hamper his authority, he may withhold such a communication. അതായത് ഒരു സുപ്പീരിയറിന് ഇപ്പം ഒരു പർട്ടിക്കുലർ
കമ്മ്യൂണിക്കേഷൻ അയാളുടെ അതോറിറ്റിക്ക് തന്നെ ഒരു പ്രശ്നമാകുമല്ല, അതോറിറ്റിക്ക് ഒരു ഹാമ്പർ ആണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത്തരം കമ്മ്യൂണിക്കേഷൻ പുള്ളി എൻകറേജ് ചെയ്യത്തില്ല. അപ്പൊ അതാണ് ഫിയർ ഓഫ് ചാലഞ്ച് ടു അതോറിറ്റി എന്ന് പറയുന്നത്. Then lack of confidence of superior on his subordinates. If the superior does not have any faith or confidence on the competence of his subordinates, then a communication will be hampered. അതായത് ഒരു സുപ്പീരിയറിന് തങ്ങളുടെ സബോർഡിനേറ്റ്സിന്റെ മേൽ ഒരു വിശ്വാസമില്ല, അവരുടെ ഒരു കോമ്പീറ്റൻസിൽ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ ആ സുപ്പീരിയർ ഒരിക്കലും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഹാമ്പേർഡ് ആവാണ്. എന്ത് കമ്മ്യൂണിക്കേഷൻ? സുപ്പീരിയർ ഒരിക്കലും സബോർഡിനേറ്റ്സിന്റെ സജഷൻസോ അഡ്വൈസോ ഒന്നും ഡിസിഷൻ മേക്കിങ്ങിൽ എടുക്കത്തില്ല. ബിക്കോസ് അയാൾക്ക് സബോർഡിനേറ്റ്സിന്റെ ആ ഒരു കോമ്പീറ്റൻസിൽ തന്നെ സംശയമാണ്. അപ്പൊ എങ്ങനെ അവരുടെ സജഷൻസും അഡ്വൈസും ഒക്കെ എടുക്കും ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നതിന്? അപ്പൊ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരികയാണ്. അപ്പൊ അതാണ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഓഫ് സുപ്പീരിയർ ഓൺ ഹിസ് സബോർഡിനേറ്റ്സ്. നെക്സ്റ്റ് തേർഡ് വൺ ഇസ് അൺവില്ലിംഗ്നെസ് ടു കമ്മ്യൂണിക്കേറ്റ്, വിച്ച് മീൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത അവസ്ഥ. നോട്ട് വില്ലിംഗ് ടു കമ്മ്യൂണിക്കേറ്റ്, മേ ബി ബിക്കോസ് ഓഫ് മെനി റീസൺസ്. മേ ബി നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ ഇസ് നോട്ട് കറക്റ്റ്, എൻ്റെ കയ്യിലുള്ള ഇൻഫർമേഷൻ കറക്റ്റ് ആണെന്ന വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അത് അപ്രോപ്രിയേറ്റ് ആണെന്നുള്ള വിശ്വാസം ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം. അതൊക്കെയാണ് അൺവില്ലിംഗ്നെസ് ടു കമ്മ്യൂണിക്കേറ്റ്. Next, lack of proper incentives, which means lack of proper motivation to communicate. For example, ഇപ്പം സബോർഡിനേറ്റ്സ് ഓരോ ഐഡിയാസോ സജഷൻസോ ഒക്കെ പറയുന്നതിന് യാതൊരു ഇൻസെന്റീവും യാതൊരു മോട്ടിവേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ സബോർഡിനേറ്റ്സ് അത്തരം സജഷൻസും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുവോ? ഇല്ല. സോ അതാണ് ലാക്ക് ഓഫ് പ്രോപ്പർ ഇൻസെന്റീവ്സ് അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. Okay, when there is no motivation or incentives for communication, people don't take any initiative to communicate. അതാണ് lack of proper incentives. So ഇത്രയുമാണ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അതായത് സെമാൻറ്റിക് ബാരിയേഴ്സ്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്, പേഴ്സണൽ ബാരിയേഴ്സ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.